എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സിനിമ റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ സിംജോനും ഞങ്ങൾ ഇന്നലെ രോമാഞ്ചം സിനിമ കണ്ടു. നമ്മുടെ ജിത്തു മാധവൻ എന്നല്ലേ, ജിത്തു മാധവൻ ഡയറക്ഷൻ ചെയ്തിട്ട് സുചിൻ ശ്യാമ മ്യൂസിക് ചെയ്ത രോമാഞ്ചം എന്ന് പറഞ്ഞ സിനിമ കണ്ടു. അപ്പോൾ ആ സിനിമയെ കുറിച്ച് പറയാൻ വേണ്ടി വന്നതാണ്. കുറച്ച് നാളായി ഞങ്ങൾ കാണാൻ നിൽക്കുന്നത്. അപ്പോൾ ഒരാഴ്ചയായി സിനിമ ഇറങ്ങിയിട്ട്. അപ്പോൾ ഇന്നലെയാണ് കാണാൻ പറ്റിയത്. അപ്പോൾ ഞാനും എൻ്റെ ഫാമിലി സിംജോനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ് വന്നത്. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2.5 മണിക്കൂർ ചിരിക്കാൻ വേണ്ടി നമുക്ക് പോവാം. ചിരിച്ചിരിച്ചെന്റെ ഉപ്പഴളകി സത്യം പറയാ. അയ്യോ, കുറെ നാൾക്ക് ശേഷം നല്ലൊരു സിനിമ കണ്ടത് ഇന്നലെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടവർക്കൊന്നും മനസ്സിലാവും, കാണാത്തവരുണ്ടെങ്കിൽ ആ സിനിമ കാണണം. കാണണം, തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കാണണം. കാരണം നല്ലൊരു ഈ 2.5 മണിക്കൂർ പോണത് അറിയില്ല നമ്മള്. ശരിക്കും ആ ഒരു ഫിലിമിൽ നമ്മളിങ്ങനെ അതായത് മൗത്ത് പബ്ലിസിറ്റി ആണ്. ഈ സിനിമ വന്നപ്പോൾ പ്രൊമോഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആദരാഞ്ജലികൾ നേരിട്ട് എന്ന് പറഞ്ഞ സോങ് മാത്രമാണ് അതിൻ്റെ ഒരു പ്രൊമോഷൻ ഭാഗമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ സിനിമ മൗത്ത് പബ്ലിസിറ്റിയിലാണ് ഈ സിനിമ ഇത്രത്തോളം ഹിറ്റായത്. അപ്പോൾ സൗബിൻ എന്ന് പറഞ്ഞാലും അതിലെ മറ്റേ അഭിനേതാക്കൾ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത അഭിനേതാക്കളല്ലേ. ഓരോരുത്തരായാലും നമ്മുടെ റിയൽ ലൈഫിലെ ആൾക്കാരെന്ന് പറയില്ലേ, അതുപോലെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണോ പോകുന്നത് എന്ന് പറഞ്ഞ പോലെ നമുക്ക് സിനിമയൊന്നും തോന്നില്ല. ശരിക്കും അത്രയ്ക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ചിരിക്കാന്ന് പറഞ്ഞാൽ ഓരോ സീനിലും നമ്മൾ ചിരിച്ച് അതെ. അപ്പോൾ അത്ര രസമായിരുന്നു. അപ്പോൾ സിനിമയുടെ ഹൈലൈറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-6 ഫ്രണ്ട്സൊക്കെ കൂടി ഒരു ഹോസ്റ്റൽ റൂമിൽ ഒരു വീട്ടിൽ വാടകയ്ക്ക് എടുത്തിട്ട് ഓജോ ബോർഡ് കളിച്ചിട്ട് നമ്മുടെ പ്രേതത്തിനെ വിളിക്കുകയാണ്. അതാണ്. പക്ഷെ അതൊരു ഫണ്ണിയാണ്. പക്ഷെ അതിലൊരു 5-10 മിനിറ്റ് കൂടി വന്നു കഴിഞ്ഞാൽ ഹൊററിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഒരു സിനിമയ്ക്ക് വേണ്ടി, അതായത് കഥാസന്ദർഭങ്ങളോട് പോകേണ്ട ഒരു തമാശയാണ് അതിൽ മെയിനായിട്ട്. സംഭവം നടന്നതാന്ന് പറയണേ. ലാസ്റ്റ് അതിൻ്റെ പിക്കും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മളൊക്കെ ഓജോ ബോർഡ് അതായത് കളിച്ച് എങ്ങനെയായിരിക്കും എന്ന ഒരു നമ്മുടെ മനസ്സിലൊരു സംഭവം ഉണ്ടല്ലോ, അത് ശരിക്കും സിനിമ കൂടെ നമുക്ക് മനസ്സിലാവും. അത് ഇങ്ങനെയാണ്, ആ ഒരു സംഭവമാണ്. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് പറയും. പിന്നെ എടുത്തു പറയേണ്ട 2 ക്യാരക്ടറാണ് സൗബിൻ ഷാഹിറിൻ്റെ ക്യാരക്ടറും അതുപോലെ തന്നെ അർജുൻ അശോകനും. 2 പേരും കലക്കിയിട്ടുണ്ട്. അല്ലെ, അർജുൻ അശോകനെ എനിക്ക് അത്രയും വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നില്ല ആളോട്. പക്ഷേ ഈ സിനിമയിലേക്ക് ഭയങ്കര ഇഷ്ടമായി അർജുൻ അശോകനെ. കാരണം നമുക്ക് ഇഷ്ടപ്പെടും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അവന് പറ്റിയ ക്യാരക്ടർ തന്നെയാണ് അല്ലേ അർജുൻ അശോകനെ കൊടുത്തേ. അപ്പോൾ സൗബിനാണെങ്കിൽ ഇവനെ പറയണ്ടല്ലോ, സ്കോറിൻ്റെ അങ്ങേറ്റുണ്ട്. സൗബിനൊക്കെ പേടിക്കേണ്ട സീനുകളൊക്കെ ഞാൻ ശരിക്കും ചിരിച്ചു. അത്രയും മാത്രം ആ പേടിക്കേണ്ട സീനിൽ നമുക്കൊരു കോമഡി വരും. അപ്പോൾ രോമാഞ്ച സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഗ്യാരണ്ടി തരുന്നത് ചിരിക്കാൻ ഒരുപാടുണ്ടായില്ല. അപ്പോൾ എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ ആ സിനിമ കാണണം. രോമാഞ്ചം തിയേറ്ററിൽ പോയിന് കാണണം. OTT റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് കിട്ടില്ല. അത് സിനിമ തിയേറ്ററിൽ തന്നെ അതിൻ്റെ എഫക്റ്റും മ്യൂസിക്കും കാര്യങ്ങളും BGM ഒക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ക്യാരക്ടേഴ്സ് ഞാൻ വീണ്ടും പറയണത് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഓജോ ബോർഡ് ഗെയിമും കാര്യങ്ങളും ഒക്കെ ഒരു ഫൺ തന്നെയാണ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണണം, കണ്ടു നോക്കൂ, ചിരിച്ചിരിച്ച് നിങ്ങളുടെ ഉപ്പളകും. അപ്പോൾ രോമാഞ്ചം കണ്ടന്നെ ഫീൽ ചെയ്യുക.